കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് നമ്പർ ഒന്ന് മാറ്റി തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തതിന് ആൻസർ കിട്ടുമെന്ന് നോക്കി നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. കാരണം ഇതൊക്കെ ഒറ്റത്തവണ ചെയ്താൽ തന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചേക്കണം. കാരണം വീണ്ടും വീണ്ടും എടുത്ത് റിവൈസ് ചെയ്താലും കൺഫ്യൂഷൻ വരാനൊരു അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കിയേ? സുജ ആൻഡ് മീനു ട്രാവൽ ഫ്രം എ പോയിന്റ് എ ടു ബി at a distance of 45 km at 10 km per hour and 8 km per hour respectively. Suja reaches B first and immediately towards the starting point and meets Meenu at Q. Find the distance from point A to Q. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ മീറ്റിംഗ് പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഓഫ് മീറ്റിംഗ് പോയിന്റ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്കറിയാം മീറ്റിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ? 2D into smallest speed divided by sum of speed. ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പൊ 2D എന്ന് പറയാൻ എത്ര കിട്ടും? 2 into 45 into S1 സ്മാളസ്റ്റ് സ്പീഡ് എത്രയാണ്? 8/10 + 8 18 എന്ന് കിട്ടും. ഓക്കെ, 2ഉം 18ഉം പോവും, 9 കിട്ടും, 9ഉം 45ഉം പോവും, 5 times 5 80 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അതായത് 40 കിലോമീറ്ററിൽ അവരെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വളരെ ഒരു സെക്കൻഡ് മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഈ ഒരു എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു ഇക്വേഷൻ എഴുതി തന്നത്. ഈ ഒറ്റ ഇക്വേഷൻ എടുത്ത് വെച്ചാൽ ഒറ്റ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ക്വസ്റ്റിന് പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. വലിയ ബൈഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് ഒന്നുമില്ല. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചും പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതെല്ലാം നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ അങ്ങ് ചെയ്താലും മതി. ഒന്ന് രണ്ട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പരിചയപ്പെടുത്താം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Walking at a speed of 20% less than that of usual speed, a person reaches his office 15 minutes late. Find the usual time. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഫ്രാക്ഷൻ വെച്ച് 3/4 ഓഫ് യൂഷ്വൽ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് 10 മിനിറ്റ് ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ പക്ഷേ അവിടെ ഫ്രാക്ഷൻ വാല്യൂ അല്ല, ഒരു പെർസെൻറ്റേജ് വാല്യൂ ആണ് തരുന്നതെങ്കിൽ അത് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് ഒരു ആക്ച്വൽ സ്പീഡിന്റെ എത്ര പെർസെൻറ്റേജ് അയാൾ കുറഞ്ഞാണ് പോകുന്നത് എങ്കിൽ അയാൾ ആക്ച്വൽ ടൈമിന്റെ ആക്ച്വൽ ടൈം അയാൾ ആദ്യം യൂഷ്വലായിട്ട് ചെല്ലുന്ന എത്ര ടൈമിലാണ് കണ്ടുപിടിക്കണം. നമുക്ക് സാധാരണ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, നമ്മളിങ്ങനെ എഴുതുന്നു speed 1 into time 1 = speed 2 into time 2. സാധാരണ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? യൂഷ്വൽ ടൈം അല്ലാത്ത ഇപ്പോഴത്തെ ടൈം. യൂഷ്വൽ ടൈം S1 T1 ആയിരുന്നു. ഇപ്പോൾ എത്രയായിരുന്നു? അതിന്റെ 20% ഓഫ് കുറച്ച്. അപ്പോൾ എത്രയാ? 0.8 S2. അപ്പൊ T2 എത്രയായി? 50 മിനിറ്റ്സ് ലേറ്റ് ആയി. T + 15 ആയി. ഇതാണ് S1 T1 എന്ന് പറയുന്നത്. ഇതല്ലേ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സാധാരണ ഇതിലെല്ലാം ചെയ്യുന്ന ഇങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് എന്ന് ഓർത്തേ ഉള്ളൂ. ഇത് എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? ഇപ്പം S1 S2 എന്ന് എഴുതേണ്ട കാരണം എന്താ? ഇത് രണ്ട് സെയിം അല്ലേ? ആക്ച്വൽ സ്പീഡിന്റെ 0.1 എന്നല്ലേ എഴുതിക്കുന്നത്. ഇതും ആക്ച്വൽ T എന്ന് ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കിയേ. ഇത് സോൾവ് ചെയ്തെടുത്താൽ എത്ര കിട്ടും? ഇതിനാ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എസ് ഉള്ള എസ് ക്യാൻസൽ ആയി എങ്കിൽ T = 0.8 T + 15 × 0.8. 15ന്റെ 0.8 എത്രയാ? 12 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ T - 0.8 എന്ന് എത്ര കിട്ടും? T - 0.8 0.2 T = 12 എന്ന് കിട്ടും. എങ്കിൽ T = 12/0.2, അതായത് 120/2 എത്ര കിട്ടും? 60 മിനിറ്റ്സ് എന്ന് കിട്ടും. 60 മിനിറ്റ്സ് കിട്ടും. അതായിരിക്കും നമ്മുടെ എന്ത് ആൻസർ. അപ്പോൾ T കിട്ടി നമുക്ക്. T സാധാ ടൈം യൂഷ്വൽ ടൈം നമുക്ക് കിട്ടി എന്ത്? 60 മിനിറ്റ്സ്. പക്ഷെ ഇവിടെ എന്താണ്? ഫൈൻഡ് ദ യൂഷ്വൽ ടൈം ആൻഡ് ന്യൂ ടൈം റിക്വയർഡ് ഫോർ റീച്ചിങ് ദി ഓഫീസ്. ഇതാണ് അയാളുടെ യൂഷ്വൽ ടൈം. എങ്കിൽ ന്യൂ ടൈം എത്രയായിരിക്കും? ന്യൂ ടൈം സാധാരണ രീതിയിൽ 60 മിനിറ്റിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എന്താ ഇപ്പോഴും ഈ സ്പീഡ് കുറച്ചപ്പോഴേക്ക് എന്താ പറ്റി? എക്സ്ട്രാ ഒരു 15 മിനിറ്റ് കൂടി അധികം വേണ്ടി വന്നു. അപ്പോൾ 60 + 15 എത്ര കിട്ടി? 75 മിനിറ്റ്സ് ആയിരിക്കും ഇയാളുടെ ന്യൂ ടൈം. അപ്പോൾ 60 കിട്ടി, 75 കിട്ടി. യൂഷ്വൽ ടൈമും വേണം, ന്യൂ ടൈമും വേണം. അത് കിട്ടി എങ്ങനെയായിരുന്നു? നമ്മൾ സാധാ S1 T1 = S2 T2. കാരണം എന്താ? സ്പീഡ് അല്ലേ രണ്ടുപേരും നോക്കുന്നത്. അപ്പം നോക്കുന്നു ഡിസ്റ്റൻസ് അല്ലേ നോക്കുന്നത്. സെയിം ഡിസ്റ്റൻസ് അല്ലേ ഇവർ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് S1 T1 = S2 T2 എന്ന് എഴുതാം. ആക്ച്വലുള്ള സ്പീഡിന്റെ 0.8 S ആയിരുന്നു ഇപ്പം പോകുന്നത്. അപ്പോൾ സ്പീഡ് ആക്ച്വലി S ആയിരുന്നെങ്കിൽ അതിന്റെ 20% കുറവ്, 80%. 80% 0.8 S. ആക്ച്വൽ ടൈമിനേക്കാൾ ഒരു 15 ടൈം കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ എന്താ? 0.8 T + 12 ചെയ്താൽ ടീന്റെ വാല്യൂ കിട്ടും. അങ്ങനെ ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. ഇത് കുറച്ച് 2-3 സ്റ്റെപ്പ് ചെയ്യണം. എങ്കിൽ അതൊന്നും ചെയ്യാണ്ട് നമുക്ക് വേഗത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ സാധാരണ ഇതിൽ സ്പീഡിന്റെ കാര്യം എടുക്കുന്നു.
ആദ്യത്തെ സ്പീഡ് 100s ആണെങ്കിൽ രണ്ടാമത്തെ സ്പീഡ് എത്രയായിരിക്കും നമുക്കറിയാം, 80 അല്ലേ. ആദ്യത്തെ സ്പീഡ് 100 ആണെങ്കിൽ രണ്ടാമത്തെ സ്പീഡ് എത്രയായിരിക്കും, 80 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ വാല്യൂ എടുത്താൽ ഇതൊരു 5 സ്പീഡ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 4 സ്പീഡ് ആയിരിക്കും. അങ്ങനെ റേഷ്യോ നമുക്ക് കുറച്ചുകൂടെ, ഇതൊരു 5 ആണെങ്കിൽ ഇത് 4 റേഷ്യോ ആക്കിക്കൂടെ, 5ഉം 4ഉം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈമിന്റെ റേഷ്യോ, ഇത് സ്പീഡിന്റെ റേഷ്യോ അല്ലേ, എങ്കിൽ ടൈമിന്റെ റേഷ്യോ എത്രയായിരിക്കും? നമ്മൾ റേഷ്യോയിലേക്ക് മാറ്റി ചെയ്യാണ്, നമ്മൾ സാധാ പഴയ മെത്തേഡ്. ടൈമിന്റെ റേഷ്യോ നമുക്ക് ഉണ്ടെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എത്രയായിരിക്കും, 4x/5x ആയിരിക്കും, 4x 5x ആയിരിക്കും. എങ്കിൽ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടൈമിന്റെ ഡിഫറൻസ് ഓഫ് ടൈം എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് ലേറ്റ് ആയി. 5x-ന്റെ 4x-ന്റെ ഡിഫറൻസ് എത്രയാണ്, x 15 മിനിറ്റ് ആണ്. എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു, 15 മിനിറ്റ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും, ചെറിയ ലോജിക്ക് മതി. ഈ ചെയ്ത മെത്തേഡ് മനസ്സിലായോ? എങ്ങനെയായിരുന്നു? നമ്മൾ വിചാരിച്ചു യൂഷ്വൽ സ്പീഡ്, ആദ്യത്തെ സ്പീഡ് 100 km/h ആയിരുന്നു, അല്ലെങ്കിൽ 100 m/s ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ കിലോമീറ്റർ ആണ് പറയുന്നത്, എന്തായിക്കോട്ടെ. ഇവിടെ 100 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്പീഡ് എത്രയായിരുന്നു, അതിന്റെ 20% കുറവാണ്. 100-ന്റെ 20% കുറവ് എത്ര, 80. എങ്കിൽ ഇതിന്റെ സ്പീഡിന്റെ റേഷ്യോ ഞാൻ ചുമ്മാ എടുത്ത് നോക്കി. സ്പീഡിന്റെ റേഷ്യോ 100ഉം 80. സ്പീഡിന്റെ റേഷ്യോ എത്രയാ, 5:4 ആണ് റേഷ്യോ. എങ്കിൽ സ്പീഡിന്റെ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് ടൈമിന്റെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ. ടൈമിന്റെ റേഷ്യോ എത്ര, 4:5 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4x 5x ആണ് അതിന്റെ ടൈം എങ്കിൽ അവരുടെ ഇന്നത്തെ ടൈം നമ്മൾ ഡിഫറൻസ് ഒരു 15 മിനിറ്റ് ലേറ്റ് ഇല്ലേ, ആ ടൈം ഡിഫറൻസ് എത്രയായിരുന്നു, 4x - 5x, അല്ലെങ്കിൽ ഡിഫറൻസ് എത്ര കിട്ടും, 15 മിനിറ്റ് കിട്ടും. ഇവിടെ ഡിഫറൻസ് നെഗറ്റീവ് കിട്ടുമെന്നുള്ള ലോജിക്കില്ല. കാരണം എന്താ, അതാണ് ഇവിടെ ലേറ്റ് എന്ന് പറയുന്നത്. മറ്റേനേക്കാൾ 15 മിനിറ്റ് അധികം എടുത്തു എന്നാണ് ഇവിടുത്തെ ലോജിക്ക്. 15 മിനിറ്റ് ലേറ്റ് ആയി എങ്കിൽ എക്സിന്റെ വാല്യൂ ആദ്യത്തെ ടൈം യൂഷ്വൽ ടൈം എത്രയാ, 4x15 എത്ര കിട്ടും, 60 കിട്ടും. ഇപ്പോഴത്തെ ടൈം 5x15 ആൻസർ എത്ര കിട്ടും, 75 കിട്ടും. 5x15 എത്ര കിട്ടി, 75 കിട്ടും. നമുക്ക് എന്ത് കിട്ടി, രണ്ട് ടൈമും കിട്ടില്ലേ. അതാണ് ഈ ഒരു ചെറിയ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് ആൻസർ എത്തിക്കാം. അപ്പോൾ ഇതുകൂടി ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇതുപോലത്തെ ഒന്നിട്ട് ടൈപ്പ് ഉണ്ട്. അതായത് എന്തായിരുന്നു, ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസപ്ഷൻ എന്ത് പറ്റും അതിന്റെ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വേഗം ഓടിച്ചങ്ങ് പോകാം. ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസ് ബൈ 25%. ദ ഫാമിലി വാണ്ട്സ് ടു കീപ് ദ എക്സ്പെൻസ് ഓൺ ഷുഗർ ഈസ് അൺആൾട്ടേർഡ്. എന്നുവെച്ചാൽ എക്സ്പെൻസ് ആൾട്ടർ ചെയ്യാതിരിക്കണമെങ്കിൽ ആ കൺസപ്ഷൻ എത്ര കുറയ്ക്കണം. 20% ഷുഗറിന്റെ പൈസ കൂടി. ഷുഗറിന്റെ പൈസ കൂടിയപ്പോൾ അവർക്ക് എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി അവർ കൺസപ്ഷൻ, അതിന്റെ ഉപഭോഗം എത്ര കുറയ്ക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ നമുക്കറിയാം. എന്തായിരുന്നു, 100r/100 + r ചെയ്താൽ മതി. 100r/100 + r പണ്ട് നമുക്ക് ചെയ്ത ഇക്വേഷനൊക്കെ നമുക്കറിയാം. 100 × 25 × 100 / 125 എത്ര കിട്ടും, 20 എന്ന് കിട്ടും ആൻസർ. അതായത് 25/125 എത്ര കിട്ടും, 5 കിട്ടും. 100/5 എത്ര കിട്ടും, 20 കിട്ടും. 20% അവരുടെ കൺസപ്ഷൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗം 20% കുറച്ചാലാണ് അവരുടെ എക്സ്പെൻഡിച്ചർ അവർക്ക് കറക്റ്റായിട്ട് നിർത്താൻ പറ്റുന്നുള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കുറച്ചധികം കണ്ടിട്ടുണ്ട്. ഇവിടെ ഇൻക്രീസ് എന്നുള്ള ഡിക്രീസ് ആണെങ്കിൽ ഇവിടെ എന്താ 100r/100 - r ആവും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A reduction of 20% in the price of sugar enables a housewife to purchase 6 kg more for 240. What is the new price and original price of the sugar? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഇപ്പോൾ ഷുഗറിന്റെ വില 20% എന്ത് ചെയ്തു, കുറഞ്ഞു. ഷുഗറിന്റെ വില 20% കുറഞ്ഞു. അങ്ങനെ 20% കുറഞ്ഞപ്പോൾ ഒരു ഹൗസ് വൈഫിന് അവർ നേരത്തെ 240 രൂപയ്ക്ക് എത്രയോ കിലോ മേടിച്ചിരുന്നു. 240 രൂപയ്ക്ക് നേരത്തെ എത്രയോ കിലോ അവർക്ക് ഷുഗർ കിട്ടുമായിരുന്നു. പക്ഷേ 20% വില കുറഞ്ഞത് കൊണ്ട് അതേ 240 രൂപയ്ക്ക് അവർക്ക് നേരത്തെ മേടിച്ച എത്രയാണോ അതിനേക്കാൾ 6 കിലോഗ്രാം കൂടുതൽ വാങ്ങാൻ പറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ ഷുഗറിന്റെ പഴയ വില എത്ര, പുതിയ വില എത്ര? ഇതൊക്കെ സാധാ ലോജിക് മെത്തേഡ് ചെയ്യുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ അതൊന്നുമില്ല. നമ്മൾ ഒറിജിനൽ പ്രൈസും ന്യൂ പ്രൈസും കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ മാത്രം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചില്ല. ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, ax/100n. ഒറ്റ ഇക്വേഷൻ ax/100n. എൻ്റെ എന്നും എക്സ് ഒക്കെ ഒരുപോലെ ഇരിക്കും. ax/100n ഒറ്റ ഇക്വേഷൻ ന്യൂ വാല്യൂ കിട്ടും. ഇനി ഓൾഡ് വാല്യൂ ആണെങ്കിൽ, ഒറിജിനൽ പ്രൈസ് ആണെങ്കിൽ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഓൾഡ് വാല്യൂ ആണെങ്കിൽ സെയിം ഇക്വേഷൻ ax/100 - x × n. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് ഒരു രീതിയിലും പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷേ ഇക്വേഷൻ അറിഞ്ഞിട്ട് നമുക്ക് വേഗത്തിൽ കിട്ടും. വേറെ ഒന്നും ആലോചിക്കേണ്ട. എന്നിട്ട് എ മീൻസ് എമൗണ്ട് ആണ് ഈ എ എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് വെച്ചാൽ X%. അതൊക്കെ ഒന്ന് നോട്ട് വെച്ചേക്കാം, അതല്ലെങ്കിൽ മറന്നുപോയി തെറ്റിപ്പോവും. എ എമൗണ്ട് ആണ്, X% ആണ്. എൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്പർ ഓഫ് കിലോഗ്രാം. എൻ മീൻസ് നമ്പർ ഓഫ് കിലോഗ്രാം. സോറി, ഇത് ആൻസറായി. അപ്പോൾ ന്യൂ വാല്യൂ എന്ന് വെച്ചാൽ എത്രയാ, എ
240 വേഗം അങ്ങ് പോവാണ് കേട്ടോ, എക്സാം ഒക്കെ ആയതുകൊണ്ട്. എക്സ് 20% ബൈ 100 into n. 100 into n എത്രയാ? 6. സോൾവ് ചെയ്ത ആൻസർ ആയി. 20/100 5 കിട്ടി. 5 into 6 30 കിട്ടി. 0 പോയി. 24/3 8 കിലോഗ്രാം നേട്ടം, അല്ലെ 8 റുപ്പീസ് നേട്ടം. അതായത് 1 കിലോ ഷുഗറിന് നേരത്തെ എത്ര രൂപയായിരുന്നു? 8 രൂപയായിരുന്നു. എങ്കിൽ ഇപ്പോഴെത്ര രൂപയായി നോക്കാം. ഇപ്പോഴത്തെ വിലയാണെങ്കിൽ 240 into 20 divided by 100 minus x. കാരണം ഇവിടെ റിഡക്ഷൻ എന്നാണ് തരുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 100 minus x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 100 minus 20 80 കിട്ടി. ഇൻറ്റു n എത്രയാ? 6. അപ്പൊ 20/80 4 കിട്ടി. 4ഉം 24ഉം പോയി. 6 കിട്ടി. 6ഉം 6ഉം പോയി. അപ്പൊ 10 എന്ന് കിട്ടി. ഓക്കെ, ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇത് എഴുതി വെച്ച് മാറിപ്പോയി. ഇത് ഓൾഡ് വാല്യൂം അല്ലല്ലോ. ഓക്കെ, കറക്റ്റാണ്. ഞാൻ വിചാരിച്ചിട്ട് ഇത് ന്യൂ വാല്യൂ. ഇത് ന്യൂ വാല്യൂ. പുതിയ വില എത്രയായിരുന്നു? 8 രൂപ. ഓൾഡ് വാല്യൂ എത്രയായിരുന്നു? അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എത്രയായിരുന്നു? 10 രൂപ. കാരണം നേരത്തെ 10 രൂപയായിരുന്നു ഈ പറയുന്ന ഷുഗറിന്റെ വില. അതിന് 20% കുറഞ്ഞു. 10ന്റെ 20% എത്രയാ? 2 രൂപ. 2 രൂപ കുറഞ്ഞപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് ഇപ്പൊ കിട്ടി? 8 രൂപയ്ക്ക് കിട്ടി. ഇതൊക്കെ കണക്റ്റാണ്, ഒന്ന് മനസ്സിലാക്കി അത്ര എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പൊ എത്ര രൂപയ്ക്ക് കിട്ടുന്നുണ്ട്? ന്യൂ വാല്യൂ ഷുഗർ. പുതിയ വാല്യൂ എത്രയാണ്? 8 രൂപയ്ക്ക് നമുക്ക് ഷുഗർ കിട്ടുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചപ്പോൾ അയാൾക്ക് എത്ര രൂപയ്ക്ക്? നിങ്ങൾ വേണമെങ്കിൽ ഇത് ചെയ്തു നോക്കിയാൽ 240 രൂപയ്ക്ക് നേരത്തെ 1 കിലോയ്ക്ക് 10 രൂപ വെച്ച് നേരത്തെ എത്ര കിലോ കിട്ടുമായിരുന്നു? 24 കിലോ കിട്ടുമായിരുന്നു. 24 കിലോയിലെ ആദ്യം മേടിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോഴോ 1 കിലോയ്ക്ക് 8 രൂപയുള്ളൂ. അങ്ങനെ 240 രൂപയ്ക്ക് എത്ര കിട്ടും? 24ഉം 6ഉം 30 കിലോ കിട്ടും. കാരണം എന്താ? 240/8 എത്ര കിട്ടും? 30 കിലോ കിട്ടും. അങ്ങനെ ഇപ്പൊ എത്ര കിലോ വാങ്ങിക്കും? 30 കിലോ മേടിക്കാൻ പറ്റും. എക്സ്ട്രാ എത്ര കിലോ മേടിക്കാൻ പറ്റും? 6 കിലോ അധികം മേടിക്കാൻ പറ്റും. എല്ലാം കണക്റ്റഡ് അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇത്രയും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. പുതിയ വാല്യൂ ആണെങ്കിൽ എന്തായിരുന്നു? ax/100n. ഓൾഡ് വാല്യൂ ആണെങ്കിൽ എത്ര? ax/100 minus x into n. 2 ഇക്വേഷൻ ഓർത്തിരിക്കും. ഒരു ക്വസ്റ്റിനോട് തരാം സെയിം പോലെ. ക്വസ്റ്റൻ ഇതായിരുന്നു. എ റൈസ് ഓഫ് 25% of price in sugar compels a man by 5 kilo sugar less for ₹200. Calculate the increased price per kilogram. അതായത് ന്യൂ വാല്യൂ. പുതിയ വാല്യൂ ഇൻക്രീസ്ഡ് പ്രൈസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞത് റിഡക്ഷൻ ചെയ്തു, വില കുറഞ്ഞപ്പോൾ അധികം സാധനം മേടിക്കാൻ പറ്റി എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് വില കൂടിയപ്പോൾ അയാൾക്ക് 5 കിലോ കുറച്ചേ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലോ ഏതായാലും ന്യൂ വാല്യൂന് വ്യത്യാസമൊന്നുമില്ല. ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ax/100n തന്നെയാണ് എൻ്റെ ഇക്വേഷൻ. എന്ന് വെച്ചാൽ എത്രയായിരുന്നു? എമൗണ്ട് 200. എക്സ് എത്ര പെർസെൻറ്റേജ്? 25% ബൈ 100 into n. n എത്രയാ? 5. 5 × 25 പോയി. 5 times 100 പോയി. 5 into 2 30. 10 rupees per kilogram. പുതിയ വില 10 rupees per kilogram. ഇനി ഇതിനകത്ത് ഇങ്ങനെയല്ല, ഇത് ഇൻക്രീസ്ഡ് പ്രൈസ് അല്ല. ഇനി ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ഷുഗർ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഒറിജിനൽ പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ വേഗം എഴുതിയെടുക്കണം കേട്ടോ. ഒറിജിനൽ പ്രൈസ് ആണെങ്കിൽ ax/100 plus x into n ആയിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ ദിവസം 100 minus x അല്ലേ എഴുതി. കാരണം എന്താ? അവിടെ റിഡക്ഷൻ ആയിരുന്നു. കുറയുമ്പോൾ ഇവിടെ മൈനസ് എഴുതണം. ഇവിടെ ഹൈക്കല്ലേ പറഞ്ഞേക്കുന്നത്? റൈസ്. ഹൈക്കല്ലേ പറഞ്ഞേക്കുന്നത്? ഹൈക്ക്. കൂടുകയാണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? പ്ലസ് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടും? 200 into 25 divided by 100 plus x. 100 plus x എത്രയാ? 125 into n 5. 25 125 എത്ര കിട്ടി? 5 times 5 into 5 25. 8 rupees കിട്ടി. അതായത് ഒറിജിനൽ പ്രൈസ് 8 രൂപയായിരുന്നു നേരത്തെ. ഇപ്പൊ എത്ര രൂപയായി? 8ന്റെ 25% കൂടി. നേരത്തെ 10ന്റെ 20% കുറഞ്ഞെന്നാ പറഞ്ഞത് നേരത്തെ ക്വസ്റ്റിന്. ഇവിടെ പറയുന്നത് നേരത്തെ 8 രൂപയായിരുന്നു, അതിന്റെ 25% കൂടിയപ്പോൾ ഇപ്പൊ എത്ര രൂപയായി? 10 രൂപയായി. അപ്പൊ ഈ കൂടുമ്പോൾ എന്താണ്, കുറയുമ്പോൾ എന്താണെന്നുള്ള കാര്യമൊക്കെ ഓർത്തേക്കണം. ഇത് തിരിഞ്ഞൊന്നും പോയത് കൺഫ്യൂഷനും വരരുത്. 2 വീഡിയോ മാറി മാറി നോക്കി പഠിച്ചോണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഇത് കുറച്ച് അധികം ക്വസ്റ്റ്യൻ നോക്കാം. സമയമില്ലാത്തതുകൊണ്ട് വേഗം പോവാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, രാജ് intends to spend only an additional 15% petrol.
ബൈ ഹൗ മച്ച് വിൽ റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് പെട്രോൾ പർച്ചേസ്. നേരത്തെ ചെയ്ത പോലത്തെ വേറെ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു? ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 25% പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ രാജ് ഇന്റൻസ് ടു സ്പെൻഡ് ഓൺലി ആൻ അഡീഷണൽ 50% പെട്രോൾ. നമ്മൾ നേരത്തെ ചെയ്ത ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഒന്നും ചെലവാകാതിരിക്കാൻ നമ്മൾ കൺസപ്ഷൻ എത്ര കുറയ്ക്കണം എന്നല്ല ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. എത്ര പെർസെന്റേജ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്? ഒരു 15% കൂടി താങ്ങാനൊക്കെ പറ്റും. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിലോ നമുക്ക് എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 100/100+R 100-R എന്നൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പൊ എക്സ്പെൻഡിച്ചർ 15% ഓക്കെ. അങ്ങനെയാണെങ്കിൽ അയാളുടെ റെഡ്യൂസ്ഡ് ക്വാണ്ടിറ്റി പെട്രോൾ, അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം അയാളുടെ കൺസപ്ഷൻ അയാൾ കുറയ്ക്കണം എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇക്വേഷൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? പെർസെന്റേജ് ഇൻക്രീസ്ഡ് മൈനസ് പെർസെന്റേജ് അഡീഷണൽ ബൈ 100+ ഇൻക്രീസ്ഡ്. ഇതെല്ലാം പേഴ്സൻ്റ് ആട്ടോ. 100+% ഇൻക്രീസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ഇച്ചിരി ടഫാണ്. എന്നാലും ഇതുപോലത്തെ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. നേരത്തെ ഇക്വേഷനായിട്ട് ഇതിന് ബന്ധമുണ്ട്. പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ആക്കണം. എന്ന് വെച്ചാൽ 100R/100+R എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതേപോലത്തെ ഇക്വേഷനിലേക്ക് ഇതിനകത്ത് കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷെ അതിന് വേണ്ടി സംസാരിച്ചിരുന്ന സമയം പോകും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും നോക്കുക, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് ഇക്വേഷനാക്കി പഠിക്കുക. പെർസെന്റേജ് ഇൻക്രീസ്ഡ് ഇവിടെ എത്രയാ? ഇൻക്രീസ്ഡ് പെർസെന്റേജ് 25 മൈനസ് പെർസെന്റേജ് അഡീഷണൽ 15 ഡിവൈഡഡ് ബൈ 100+% ഇൻക്രീസ്ഡ്. പെർസെന്റേജ് ഇൻക്രീസ് എത്രയാ? 25 ഇൻറ്റു 100 ചെയ്ത ആൻസർ ആയി. സോൾവ് ചെയ്തൊക്കെ എത്ര കിട്ടുന്നു? 25 മൈനസ് 15 എത്ര കിട്ടി? 10/125 ഇൻറ്റു 100. സോൾവ് ചെയ്ത് എത്ര കിട്ടും? 5 കിട്ടും, 4 കിട്ടും, 2 കിട്ടും. ആൻസർ എത്ര കിട്ടും? 8% അയാൾ റിഡക്ഷൻ ചെയ്യണം. അയാളുടെ ടോട്ടൽ സ്പെൻഡിങ് എത്രയായിരിക്കണം? ഒരു 8% അയാൾ എന്ത് ചെയ്യണം? അയാളുടെ കൺസപ്ഷൻ അയാൾ കുറച്ചെങ്കിൽ അയാൾക്ക് ഇത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻ. ഇതുപോലെ കുറച്ചധികം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ.